ഹേ ഗായ്സ്, വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ബീറ്റ് ആൻഡ് ബൈറ്റ്. ഇന്ന് നമുക്കൊരു ഫെസ്റ്റിന് പോവാം. ഈ ഫെസ്റ്റ് നടക്കുന്നത് നെടുങ്കണ്ടത്താട്ടോ. ഞങ്ങൾ ഫാമിലി ആയിട്ടാ പോയത്. പെർ ഹെഡ് ടിക്കറ്റിന് 100 രൂപ, ഫാമിലി ടിക്കറ്റ് ആണെങ്കിൽ 250. ഫെസ്റ്റിന്റെ സ്റ്റാർട്ടിംഗിൽ നമ്മൾ പുഷ്പമേളയെ കാണാൻ പോകുന്നത്. അത് ഞങ്ങൾ നേരത്തെ കണ്ടതായതുകൊണ്ട് ഞങ്ങൾ ഫെസ്റ്റിലോട്ട് തന്നെ ഡയറക്റ്റ് കയറി. ആദ്യം ബേർഡ്സിന്റെ എക്സിബിഷൻ പോലത്തെ ഒരു സ്ഥലത്താട്ടോ കയറ്റിവിട്ടെ. ഇവിടെ നമുക്ക് പാമ്പിനെ തോളത്തിടുകയും മക്കനെ എടുത്ത് തോളയിലൊക്കെ വെക്കാവുന്ന ഒരു സ്ഥലമായിരുന്നു. അതുകൂടാതെ വിവിധതരം പ്രാവുകളും കോഴികളും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വിവിധതരം സ്റ്റോളുകളിലോട്ടാട്ടോ. സ്റ്റേഷനറി ആയിട്ടും പലഹാരങ്ങളായിട്ടും ബുക്സ് ആയിട്ടും ഒത്തിരി കടകളുണ്ടായിരുന്നു. 80s-ലെ 90s-ലെ ഒക്കെ ആൾക്കാർക്ക് നൊസ്റ്റാൾജി അടുപ്പിക്കുന്ന രീതിയിലുള്ള പലതരം മുട്ടായികൾ ഈ സ്റ്റാളുകളിൽ ഉണ്ടായിരുന്നു. എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിൽ പല കളറിലുള്ള ഹൽവയും അവിടെ കണ്ടു. വാങ്ങിക്കാൻ തോന്നുന്ന ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പുറത്തേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി വില കൂടുതലായിട്ട് തോന്നി. പിന്നെ ഇതുപോലെ കുറെ കണ്ണാടി കടകളും തുണിക്കടകളും പിന്നെ ഈ വീഡിയോ കാണുന്നത് പോലെ ചെറിയ ചെറിയ ഒത്തിരി സ്റ്റോളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ സ്റ്റോളുകളിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങി ചെല്ലുന്നത് ഗെയിംസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്തോട്ട്. രാത്രി ആയിരുന്നത് കൊണ്ട് തന്നെ ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഗ്രൗണ്ടിൽ നിൽക്കാൻ നല്ല രസമായിരുന്നു. ഇഷ്ടം പോലെ ഫുഡ് കൗണ്ടറുകളും ഉണ്ട്. വലിയവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ഒരേപോലെ ആസ്വദിക്കാൻ വേണ്ടി അവരുടെ പ്രായത്തിലുള്ള പലതരം ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതേ നമ്മുടെ മെയിൻ ഐറ്റം എത്തി. ഇതാണ് ഇൻ കോസ്റ്റ് ഹൗസ്. പെർ ഹെഡ് 70 ആട്ടോ ടിക്കറ്റ്. അതിന് മാത്രം ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അതിന്റെ അകത്ത് കയറുമ്പോൾ നണ്ണിനെയും ഇതുപോലുള്ള രൂപങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അവരോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞാൽ ഞങ്ങൾ അടുത്തത് പോയത് ആകാശത്തൊട്ടിലേക്ക് കയറാനാണ്. ഇതിന് ആകാശത്തൊട്ടിൽ നിന്ന് തന്നെയാണോ പറയുന്നതെന്ന് അറിയില്ല, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളത്. ഇത് അത്യാവശ്യം സൂപ്പർ റൈഡ് ആയിരുന്നെന്ന് ഞങ്ങളുടെ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഏറ്റവും പുറകെ ഇരുന്നാലാണ് കുറച്ചുകൂടെ കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടുക. പക്ഷെ ഇച്ചിരി റിസ്ക് ആയിരുന്നതുകൊണ്ട് ഞങ്ങൾ ആ പരിപാടിക്ക് പോയില്ല. ഈ റൈഡ് ഞങ്ങൾ നേരത്തെ കയറിയിട്ടുണ്ട്, പക്ഷെ മറ്റേതിലത്ര രസമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ ഇത് ട്രൈ ചെയ്തില്ല. പിന്നെ ലാസ്റ്റ് ഈ കലാപരിപാടികളുണ്ട്. പരിപാടിയൊക്കെ തീർന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ കൊച്ചു ഫെസ്റ്റിന്റെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.